എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ജാൻകി ദേവ്കി വ്ളോഗ്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വാട്ടർ തീം പാർക്കിലാണ്. നമ്മൾ പാർക്കിംഗ് ഏരിയയിലൊന്നും സ്ഥലമില്ല. ഇന്ന് സൺഡേ ആയത് കാരണം ഫുൾ തിരക്കാന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കാർ ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ടേക്ക് വേറൊരു പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഫ്ലോറ ഫാൻറ്റസിയ എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർ തീം പാർക്കിലാണ്, അല്ലെങ്കിൽ അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് നമുക്ക് പറയാം. നമ്മൾ നാട്ടിൽ പോയ സമയത്ത് എടുത്ത ഒരു ചെറിയ വ്ളോഗാണ്. നമ്മളുടെ വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ അടുത്തായിട്ട് ഏതെങ്കിലും പാർക്ക് ഉണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും അല്ലെങ്കിൽ കുറേ പേരോടും റിവ്യൂസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് ഞാൻ ഈ പാർക്കിലേക്ക് വന്നിട്ടുള്ളത്. നാട്ടിൽ വന്നാൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കുറേ ആഗ്രഹങ്ങൾ കുട്ടികൾ പറയാറുണ്ട്. അപ്പോൾ അതിൽ ഒന്നാണ് ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോകണം എന്നുള്ളത്. പക്ഷേ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നത് വണ്ടർലയിൽ പോകണം എന്നുള്ളതായിരുന്നു. പക്ഷേ എനിക്ക് വണ്ടർലയിൽ പോകാനൊന്നും പറ്റിയില്ല, കാരണം കുറച്ച് ഡിസ്റ്റൻസുമാണ്, അതേപോലെ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്തുള്ളൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് കണ്ടുപിടിച്ചതാണ് ഈ ഫ്ലോറ ഫാൻറ്റസിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതും കാണുന്നതും. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് മോർണിംഗ് 11 to ഈവനിങ് 6 ആണ്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വളാഞ്ചേരി വേങ്ങാട് എന്ന സ്ഥലത്താണ്. പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ടിക്കറ്റ് ചാർജാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ കുട്ടികളുടെ ഹൈറ്റിൻ്റെ ബേസിസിലാണ് അവർ ചാർജ് ചെയ്യുന്നത്, അല്ലാതെ ഏജ് വൈസ് അല്ല. ഉള്ളിൽ കയറി വന്നപ്പോൾ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. വെക്കേഷൻ ടൈമും പോരാണ്ട് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ടിലത്തെ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ ലോക്കർ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് ഡ്രസ്സ് മാറ്റേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ലഗേജ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ലോക്കറിൽ വെക്കാവുന്നതാണ്. ലോക്കറിന് അടച്ച എമൗണ്ട് നമ്മൾ പോകുമ്പോൾ റീഫണ്ടബിൾ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ കുറേ ഷോപ്സ് ഉണ്ട്, നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. പുറത്ത് ഫുഡൊന്നും ഇതിവിടെ അലൗഡ് അല്ല. ഫുഡും സ്നാക്സും ചായയും ഒക്കെ ഇതിൻ്റെ അകത്തുള്ള സ്റ്റോൾസിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ റൈഡ്സ് ഉണ്ട്. വാട്ടർ റൈഡ്സ് ആയിക്കോട്ടെ, ഡ്രൈ റൈഡ്സ് ആയിക്കോട്ടെ, ഞാൻ വിചാരിച്ചതിനെക്കാട്ടും റൈഡ്സ് ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർക്ക് പിന്നെ വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ ചാടാനാണല്ലോ ആഗ്രഹം. അങ്ങനെ കുട്ടികൾ പോയിട്ട് വെള്ളത്തിൽ ഇതിൽ ഇറങ്ങാൻ പറ്റുമോ, ആരും ഇതിൽ കാണുന്നില്ല കേട്ടോ ഇറങ്ങിയിട്ട്. അപ്പം പോയി ചോദിച്ചപ്പം പറഞ്ഞു, ഫസ്റ്റ് ഡ്രൈ ആയിട്ടുള്ള റൈഡ്സിലെല്ലാം കയറിയതിന് ശേഷമാണ് ഇത് ഓപ്പൺ ആക്കുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ഈ വാട്ടർ റൈഡ്സിലൊന്നും ആരെയും കാണാത്തത് ഇത് ഓപ്പൺ അല്ല. ഇപ്പം ഡ്രൈ റൈഡ്സാണ് ഇപ്പം കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിതിൻ്റെ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇവർ ഇതിൻ്റെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫുൾ ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം ഫിലിം സോങ്സും അങ്ങനത്തെ അടിച്ചുപൊളി പാട്ടുകൾ ഇട്ടതുകൊണ്ട് എനിക്ക് അതിൻ്റെ വോയിസ് എന്താ പറയുക ഇതിൽ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. അതൊരു കഷ്ടമായിപ്പോയി. Flora. Mr. Apache. Go and stand there first.
Fast, fast, fast. Hi. Pachu. ഫോട്ടോ എടുത്തോ. നന്ദു ദേവനൊക്കെ എടുത്തോ എടുത്തോ എടുത്തോ. ഇതെന്താന്ന് പറയാം, ആൾക്കാർ കയറി കയറി ക്ഷണിക്കും. Probe mona. അതിൽ പോന്നാ ഞാനും വരുന്നു. ഞാൻ പറഞ്ഞ മമ്മിയുടെ ബാഗോ ഇല്ലല്ല അങ്ങോട്ട് പോടല്ലേ അവിടെ Very fantastic. Very fast.
ഇവിടെയാണ് കേട്ടോ ഇവിടുത്തെ ക്യാൻറ്റീൻ ഉള്ളത്. അപ്പോൾ ഇവിടെ ക്യാൻറ്റീനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോക്കൺ എടുത്തിട്ട് ഫുഡ് കഴിക്കാവുന്നതാണ്. Oh, this one is dangerous. ഓ ജാൻറ്റ് വീല് കാണുന്നു. ഇതിൽ കയറിയാ തൽക്കാല ആശ്വാസത്തിന് കുടിക്കും. വന്നിട്ട് വായിക്കാം. അത് നമ്മള് മെക്കാനിക്കൽ ഫുള്ള് പോകാൻ ഉള്ളിലാ പറ്റുമോ? വലിയ കുഞ്ഞു കുട്ടി അതാണ് കുട്ടി പോകുന്ന. ഇപ്പൊ നമുക്ക് തന്നെ ചോദിച്ചു. നമ്മളെ ജാൻറ്റ് വീലിൽ കയറേണ്ടിയിട്ടുള്ള ക്യൂ ആണിത്. ഐസ്ക്രീം എത്ര ഐസ്ക്രീമാ എടുക്കായിരുന്നല്ലേ, ബാഗ് എടുക്കായിരുന്നല്ലേ. ഏതാ അതേനും വെച്ച് അവിടെ പിടിച്ചിരിക്കില്ലേ? ചേച്ചി മേടിച്ചു. ഇപ്പുറത്തേക്ക് വെക്കാം. ഇവനെടുത്തേക്ക് ചെറുതാണല്ലോ സംഭവം. ഏതാ കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. യെസ് വർക്ക്ലോറ. ഓപ്പൺ ആവും പോണ. ഇത് ചാടിക്കണം മതിയല്ലോ. ഒന്നുകൂടി കയറിക്കോ. അല്ലെങ്കിൽ ഒന്നുകൂടി കയറിക്കാൻ ജിഷാന് കയറി എന്ത് ഞാൻ കയറാം. ഇല്ല കയറ് കയറ്. ആ
അമ്മു 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 ഞാനില്ല അത് നടുവാ. കയറ് പിടിച്ചിട്ട് നീ അപ്പം തന്നെ വീഴുവോ? പിടിക്കാൻ കിട്ടില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ പിടിക്കാൻ കിട്ടുന്നില്ല. ഇനി അടുത്ത ആള് പോട്ടെ. പ്രേക്ഷയുടെ കയറല് മുഴുവല്ലായിരിക്കും. അത് തിരിയാൻ തുടങ്ങുമ്പോ കയറ് പിടിച്ചോ? കയറ് പനിയൊക്കെ പിടിക്കും. കയറ് പിടിച്ചോ? പശു പറ്റില്ല. പ്രേക്ഷയുടെ അതിന്റെ മുകളിൽ ഇപ്പം വീഴും. Da, sit. Was? അകത്തൊരു വലിയൊരു എക്വേറിയം സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫിഷസ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നല്ല ഒരു രസമായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് കാണേണ്ടിയിട്ട്. കുറേ വ്യത്യസ്തമായിട്ടുള്ള മീനുകളെ കാണാൻ പറ്റി. എന്തായാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മക്കൾക്ക്. നമ്മൾ കാണാത്ത തരത്തിലുള്ള മീനൊക്കെ ഉണ്ടായിരുന്നു. Jumbo. White jumbo.
നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പം ഡ്രൈ റൈഡ്സും എക്വേറിയും ഒക്കെ കണ്ടു. അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും ഭയങ്കര ടയേർഡാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാൻറ്റീനിൽ വന്നിട്ടുണ്ട്. ഇവിടെ ക്യാൻറ്റീനിൽ നമ്മളിവിടെ നിന്ന് ടോക്കൺ എടുത്ത് പേ ചെയ്തതിന് ശേഷം നമ്മൾ തന്നെ പോയിട്ട് ഫുഡ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ട് കഴിക്കണം. ഇവിടെ സൈഡിലിരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഇവിടെ അടിപൊളി ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ കഴിക്കാൻ മെയിനായിട്ടുള്ളത് ചിക്കൻ ബിരിയാണി, പിന്നെ മീൽസ് ഉണ്ട്, ഫിഷ് ഫ്രൈ, അങ്ങനത്തെ ഐറ്റംസാണ് ഉള്ളത്. ഇത് കാണുമ്പം തന്നെ അറിയാം കേട്ടോ, നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര കഴിപ്പാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ വെറ്റ് റൈഡ്സിലേക്ക് പോകേണ്ടിയിട്ട്. അത് ഇനി ഓപ്പൺ ആവുകയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും വേഗം കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകേണ്ട തിരക്കാണ്. അതല്ല അല്ല അങ്ങനെ ഇതാണ് വേവ്സ് പൂള്. ഇത് ഓരോ ടൈമിങ്ങിനനുസരിച്ചിട്ട് മാത്രമാണ് ഇത് ഓപ്പറേറ്റ് ആവുള്ളൂ. ഈ വേവ് പൂളിൻ്റെ അടുത്തും വീഡിയോസ് നമുക്ക് എടുക്കാൻ പാടില്ല. അതിൻ്റെ അകത്ത് പോയിട്ടൊന്നും നമുക്ക് എടുക്കാൻ പാടില്ല. അതേപോലെ കുറേ വാട്ടർ റൈഡ്സിൽ അത് പ്രൊഹിബിറ്റഡ് ആയിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് കുറേ വാട്ടർ റൈഡ്സിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാനിവിടെ വരുമ്പം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നത്. പക്ഷെ വന്നപ്പം എനിക്ക് മനസ്സിലായി ഇത് നല്ലൊരു അടിപൊളി ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം നല്ല രീതിക്കുള്ള വാട്ടർ റൈഡ്സൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ. അത് കയ്യിലുണ്ടാവുന്നതല്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം റൈഡ്സ്, അതായത് വെറ്റ് റൈഡ്സ് ആയിക്കോട്ടെ ഡ്രൈ റൈഡ്സ് ആയിക്കോട്ടെ. ഞാൻ എന്തായാലും വളരെ ഹാപ്പിയാണ് കേട്ടോ കുട്ടികളെയും കൊണ്ട് വന്നതിൽ.
Classes, സമയമായില്ല അതാ. സിക്സ് ഓ ക്ലോക്ക് വരെയാണ് ഇവിടുത്തെ ടൈമിങ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയിട്ട് ചേഞ്ച് ചെയ്യേണ്ടിയിട്ട് ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ് ഏരിയ, ബാത്തിങ് ഏരിയ ഒക്കെ ഉണ്ട്. അത്യാവശ്യം കുറേ ആൾക്കാർക്ക് അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഫെസിലിറ്റീസാണ് അവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ വരിക. എന്തായാലും അടിപൊളി ഒരു വാട്ടർ തീം പാർക്കാണ്. അപ്പം നമ്മൾ എന്തായാലും നല്ലോണം എൻജോയ് ചെയ്തു. സ്നാക്സിനൊക്കെ വേണ്ടിയിട്ടുള്ള കടകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ചായ കുടിക്കണമെങ്കിലൊക്കെ കഴിക്കാം, ഒക്കെ ചെയ്യാം. അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. ബൈ ബൈ.